KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF സംസ്ഥാന സാഹിത്യോത്സവിന് തുടക്കമായി. സാഹിത്യോത്സവ് കായംകുളം MSM കോളേജിൽ. ജുമാ ഖുതുബയിൽ ജിന്ന് പരാമർശം. മുജാഹിദ് പള്ളിയിൽ സംഘർഷം. പ്രവാചകരെ നിന്ദിക്കുന്ന അമേരിക്കൻ വിവാദ സിനിമാ നിർമ്മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിനിമയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ലോക നേതാക്കളുടെ പ്രതിഷേധം. കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാരിയും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയുമായി ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ട നസീർ അഹമ്മദിനെ ഇന്ന് കോഴിക്കോട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ അമേരിക്കക്ക് പങ്കില്ലെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. കള്ള് വ്യവസായം ലീഗും കോൺഗ്രസും ഇടയുന്നു. കള്ള് വ്യവസായം നിരോധിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ. കള്ളുചെത്ത് നിരോധിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ഇസ്ലാമിക കലാപാരമ്പര്യത്തിന്റെ തനിമ വിളിച്ചോതുന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിന് ഇന്ന് കായംകുളത്ത് തുടക്കമായി. ഇനി 2 പകലിരവുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ധർമ്മപടയാളികൾ തങ്ങളുടെ സർഗഭാവനകളുടെ വൈഭവം തീർക്കുമ്പോൾ മണ്ണിനോട് പടവെട്ടി വിജയം വരിച്ച കാർഷിക പാരമ്പര്യത്തിന്റെ ഉടമകളായ ഓണാട്ടുകരക്കാർക്ക് അത് പുതിയ അനുഭവമാകും. പ്രവാചക പ്രേമത്തിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട കായംകുളം മീലാദ് ഷെരീഫ് മെമ്മോറിയൽ MSM കോളേജ് കലാപ്രതിഭകളെ വരവേൽക്കാൻ ആഴ്ചകൾക്ക് മുമ്പ് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സർഗ പ്രതിഭകൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ കായംകുളത്ത് എത്തിത്തുടങ്ങിയിരുന്നു. കലാപ്രതിഭകളും ധർമ്മപടയാളികളും അണിനിരക്കുന്ന ഇസ്ലാമിക പാരമ്പര്യം വിളിച്ചോതിയ സാംസ്കാരിക ഘോഷയാത്ര നഗരവാസികൾക്ക് നവ്യാനുഭവമായി. വൈകിട്ട് 3 മണിക്കാണ് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിച്ചത്. 10 വേദികളിലായാണ് മത്സര പരിപാടികൾ നടക്കുന്നത്. വൈകിട്ട് 5 മണിയോടെ മുൻ മന്ത്രിയും MLAയുമായ G. സുധാകരൻ സാഹിത്യോത്സവ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. MM ആരിഫ് കലാസാഹിത്യ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം R. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ല ആദ്യമായാണ് SSF സംസ്ഥാന സാഹിത്യോത്സവിന് വേദിയാകുന്നത്. ജില്ലയിൽ വിരുന്നെത്തിയ കലാസാഹിത്യ മത്സരത്തിന്റെ നടത്തിപ്പ് പിഴവറ്റതാക്കാനുള്ള തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുമ്പേ ജില്ലയിലെ സുന്നി പ്രസ്ഥാന പ്രവർത്തകർ ആരംഭിച്ചിരുന്നു. ജുമാ ഖുതുബ പ്രസംഗത്തിൽ ജിന്നി വിവാദം പരാമർശിക്കുകയും സക്കരിയ സ്വലാഹിയെ വിമർശിക്കുകയും ചെയ്തതിനെ തുടർന്ന് മുജാഹിദ് പള്ളിയിൽ സംഘർഷം. കൊണ്ടോട്ടി ടൗൺ മുജാഹിദ് പള്ളിയിലാണ് സംഭവം. മുജാഹിദ് മൗലവി വിഭാഗം സംസ്ഥാന സെക്രട്ടറി MT അബ്ദുസമദ് സുല്ലമിയാണ് ഇവിടെ ഖുതുബ പ്രസംഗം നിർവഹിച്ചത്. പ്രസംഗത്തിൽ ജിന്നുകൾക്ക് പ്രത്യേക കഴിവില്ലെന്നും ജിന്നുബാധയ്ക്ക് പ്രത്യേക പ്രതിവിധിയായ ഖുർആനിൽ വിശദീകരണമില്ലെന്ന് അൽബാനി പോലും സമ്മതിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിലെ ചിലർ തന്നെ ജിന്നുബാധയ്ക്ക് തെളിവുള്ളതായും ഇതിന് ഖുർആനിക ചികിത്സയുണ്ടെന്നും പറഞ്ഞ് അന്ധവിശ്വാസം പരത്തുകയാണെന്നും സുല്ലമി തുടർന്നു. പ്രസംഗം മധ്യേ തന്നെ സക്കരിയ സ്വലാഹി അനുകൂലികളായ മുജാഹിദ് പ്രവർത്തകർ ഇതിനെ എതിർത്തു. രംഗം വഷളാകുകയാണെന്ന് മനസ്സിലാക്കി സുല്ലമി വിഷയം മാറ്റിയെങ്കിലും നിസ്കാരശേഷം ഇവർ അദ്ദേഹത്തെ വളയുകയായിരുന്നു. ഇതോടെ സക്കരിയ അനുകൂലികളും പ്രതികൂലികളും തമ്മിൽ വാക്കേറ്റവും ഒന്നും തള്ളുമായി. പ്രശ്നം വഷളായതോടെ ഇരു ഗ്രൂപ്പുകാരെയും മറ്റുള്ളവർ പിടിച്ചു മാറ്റുകയായിരുന്നു. തന്റെ വാദം സമർത്ഥിക്കുന്നതിനായി സുല്ലമി സക്കരിയ അനുകൂലികളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ദിവസം നിശ്ചയിച്ച് ഈ വിഷയത്തിൽ ചർച്ചയാകാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ വാക്കേറ്റവും ഉന്തും തള്ളും ജുമയ്ക്കെത്തിയ സ്ത്രീകളെ അങ്കലാപ്പിലാക്കി. ചെറിയ കുട്ടികളുമായി പള്ളിയിലെത്തിയ സ്ത്രീകൾ രംഗം പന്തികേടാണെന്ന് കണ്ട് വേഗം സ്ഥലം വിടുകയായിരുന്നു. കൊണ്ടോട്ടി ടൗൺ മുജാഹിദ് പള്ളി ഭാരവാഹികളിൽ ഗണ്യമായൊരു വിഭാഗം സക്കരിയ സ്വലാഹി അനുകൂലികളാണ്.
മുസ്ലിം ലോകത്ത് വൻ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന വിവാദ സിനിമയുടെ നിർമ്മാതാവ് നഗൂല ബസ്സേലി നഗൂല അറസ്റ്റിലായി. 2011 ബാങ്ക് തട്ടിപ്പ് കേസിൽ തടവിലായി പുറത്തിറങ്ങിയ ശേഷം നിരീക്ഷണ കാലഘട്ടത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് കാലിഫോർണിയയിൽ ഇയാൾ അറസ്റ്റിലായത്. പ്രവാചകരെ നിന്ദിക്കുന്ന സിനിമ നിർമ്മിച്ചതുമായി അറസ്റ്റിന് ബന്ധമില്ല. ബാങ്ക് തട്ടിപ്പ് കേസിൽ 21 മാസം ശിക്ഷിക്കപ്പെട്ട നഗൂലയ്ക്ക് അനുമതിയില്ലാതെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നതിന് 5 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ലംഘിച്ചതിനാണ് ജയിലിലടക്കപ്പെട്ടത്. തന്റെ പേര് മാർക്ക് ബസ്സേലി യൂസഫ് ആണെന്നാണ് ജഡ്ജി നൂസന്ന സെഗാളിന്റെ ചോദ്യത്തിന് നഗൂല മറുപടി പറഞ്ഞത്. 17 വ്യാജ പേരുകൾ ഉപയോഗിച്ച ഇയാൾ നഗൂല എന്ന പേരാണ് കൂടുതലായും ഉപയോഗിച്ചതെന്ന് കോടതി കണ്ടെത്തി. ലോസ് ആഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ കുറെ മുസ്ലിം തടവുകാരുള്ളതിനാൽ ഇയാളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും $10,000 ജാമ്യം അനുവദിക്കണമെന്നും നഗൂലയുടെ അറ്റോർണി വാദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. ഇസ്രായേലി അമേരിക്കനായ നഗൂല ജൂതരുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമയുടെ 14 മിനിറ്റ് വരുന്ന ട്രെയിലർ അറബിയിലേക്ക് മൊഴിമാറ്റി യൂട്യൂബിൽ പ്രദർശിപ്പിച്ചതാണ് മുസ്ലിം ലോകത്ത് പ്രകോപനം സൃഷ്ടിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ 30ഓളം പേർ ഇതിനകം മരിച്ചു. അക്രമ സംഭവങ്ങളെ തുടർന്ന് നഗൂല ഒളിവിലായിരുന്നു. ചിത്രത്തിന്റെ വീഡിയോ ക്ലിപ്പ് പിൻവലിക്കാൻ യൂട്യൂബ് ഉടമകളായ ഗൂഗിളിനോട് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ആവശ്യപ്പെട്ടെങ്കിലും ചിത്രം തങ്ങളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് പറഞ്ഞ് ആവശ്യം നിരസിച്ചിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നതിനാൽ വീഡിയോക്കെതിരെ നിയമ നടപടി സാധ്യമല്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വീഡിയോ ചിത്രീകരണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ലോക നേതാക്കൾ നിർമ്മാണത്തിലോ പ്രചാരണത്തിലോ അമേരിക്കക്ക് പങ്കില്ലെന്ന് ബറാക് ഒബാമ വ്യക്തമാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വീഡിയോക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ബറാക് ഒബാമ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ ലജ്ജാവഹമാണെന്ന് വിശേഷിപ്പിച്ച ഒബാമ തുടർന്നുണ്ടായ ആക്രമണങ്ങളെയും ന്യായീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെട്ടു. വീഡിയോ നിർമ്മാണത്തിലോ പ്രചാരണത്തിലോ അമേരിക്കക്ക് ഒരു തരത്തിലും പങ്കില്ലെന്നും ഒബാമ ആവർത്തിച്ചു. എന്നാൽ വീഡിയോ നിരോധിക്കുന്നതിനെക്കുറിച്ച് ഒബാമ മൌനം പാലിച്ചു. അക്രമങ്ങൾക്കും അസഹിഷ്ണുതയ്ക്കും ഐക്യരാഷ്ട്രസഭയിൽ ഇടമില്ലെന്നും ഒബാമ പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായ വികാരം ആളിക്കത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് ഹമീദ് കർസായി പറഞ്ഞു. കാശ്മീരിലെ അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ പരസ്പരം സഹകരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞ പാക് പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭ വിഷയത്തിൽ പരാജയപ്പെട്ടുവെന്നും അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് നേതാക്കൾ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയത്. പ്രവാചകരെ നിന്ദിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവിനെ വധിക്കാൻ ഇനാം പ്രഖ്യാപിച്ചതിന് ന്യായീകരണവുമായി പാക് റെയിൽവേ മന്ത്രി ഗുലാം അഹമ്മദ് ബിലൌർ രംഗത്തെത്തി. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് താൻ പരാമർശം നടത്തിയതെന്നും ഇക്കാര്യത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതും എതിർക്കുന്നതും തനിക്ക് പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ജുമ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ചാണ് ബിലൌർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരൊക്കെ എതിർത്താലും ഇനാം പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാതാവിനെ വധിക്കാൻ $1 ലക്ഷം, അതായത് 53 ലക്ഷത്തിലേറെ രൂപയാണ് പ്രഖ്യാപിച്ചത്. മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ ലോകമെങ്ങും കടുത്ത വിമർശനമുയർന്നിരുന്നു. മന്ത്രിയെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കരുതെന്ന് ബ്രിട്ടീഷ് സമാജികൾ ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിലൌറിനെ തള്ളിപ്പറഞ്ഞിരുന്നു. വിവാദ സിനിമയ്ക്കെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ പാകിസ്ഥാനിൽ 20 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മന്ത്രി ഇനാം പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ട് പ്രമുഖ വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം റോഡിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറിയായി ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ട നസീർ അഹമ്മദിന്റെ മൃതദേഹമാണ് ഇന്ന് കോഴിക്കോട് ചേവരമ്പലം പാച്ചാക്കലിലെ പാതയോരത്ത് കണ്ടെത്തിയത്. കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയായി നസീർ അഹമ്മദിനെ ഇന്നലെയാണ് തിരഞ്ഞെടുത്തത്. പത്രങ്ങളിൽ ഫോട്ടോ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ രാവിലെ വിളിച്ചവർക്ക് നസീർ അഹമ്മദിനെ ഫോണിൽ ലഭിച്ചിരുന്നില്ല. തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മൃതദേഹം ചേവരമ്പലത്തെ റോഡിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. ദേഹമാസകലം ചതവേറ്റ പാടുകളുമുണ്ട്. ഇടതുകൈയിൽ നിന്ന് രക്തം വാർന്ന നിലയിലാണ്. മറ്റെവിടെയോ കൊലപ്പെടുത്തിയ ശേഷം വഴിയോരത്ത് ഉപേക്ഷിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. വണ്ടിയിൽ നിന്നിട്ട് അടിച്ചിട്ട് തലക്ക് ആണ് അടിൻ്റെ പാടുകളൊക്കെ ഉള്ളത്. തലക്കടിച്ചതാണ്. അതും രാത്രി മുതൽ ചിലപ്പോൾ എവിടെക്കോ കൊണ്ട് കറങ്ങിയിട്ട് ഗ്യാപ്പ് ഇട്ടാണ്ട് കൊണ്ടുവന്നായിരിക്കും.
രാത്രി 10 മണിവരെയും പലരുമായും ഫോണിൽ സംസാരിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കാർ പ്രസന്റേഷൻ സ്കൂളിന് സമീപം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് നസീർ അഹമ്മദിന്റെ 2 മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. 50-കാരനായ നസീർ കോഴിക്കോട് വെസ്റ്റ് കല്ലായി കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക് ചെരുപ്പ് വ്യാപാരം നടത്തുകയായിരുന്നു. അടുത്തിടെയായി റിയൽ എസ്റ്റേറ്റ് രംഗത്തും സജീവമായിരുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാര നടപടികളിൽ അമേരിക്കക്ക് പങ്കില്ലെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. സ്വതന്ത്ര രാജ്യമായ ഇന്ത്യയുടെ മേൽ മറ്റുള്ളവർക്ക് ഒന്നും അടിച്ചേൽപ്പിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടർന്നു പോകുമെന്നും രാജ്യതാൽപര്യത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളുടെ നന്മയാണ് മൻമോഹൻ സിംഗ് ലക്ഷ്യമിടുന്നതെന്ന കഴിഞ്ഞ ദിവസത്തെ മോഡിയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു പ്രതികരണം. വിദേശ രാജ്യങ്ങൾക്ക് നേട്ടമുള്ള കാര്യങ്ങളിൽ മാത്രം ധൈര്യം കാണിക്കുന്നത് എന്തിനാണെന്നായിരുന്നു മോഡിയുടെ ചോദ്യം. ആണവ കരാർ, വിദേശ നിക്ഷേപം എന്നീ കാര്യങ്ങളിൽ മാത്രമാണ് പ്രധാനമന്ത്രി ഉറച്ച നിലപാടെടുത്തതെന്നും മോഡി ആരോപിച്ചു. പ്രകൃതി വിഭവ വിതരണത്തിന് ലേലം നിർബന്ധമല്ലെന്ന സുപ്രീംകോടതി വിശദീകരണം പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ബസ് ചാർജ് കൂട്ടാൻ ശുപാർശ. നിരക്ക് നിർണയ സമിതിയുടെ ശുപാർശ സർക്കാരിന് കൈമാറി. മിനിമം ചാർജ് 6 രൂപയാക്കണമെന്ന് കെഎസ്ആർടിസിയും 7 രൂപയാക്കണമെന്ന് സ്വകാര്യ ബസ്സുടമകളും ആവശ്യപ്പെട്ടു. 6 രൂപയായി കൂട്ടാമെന്ന് സമിതി ശുപാർശ ചെയ്തതായി സൂചനയുണ്ട്. ശുപാർശ പഠിച്ച് മന്ത്രിസഭായോഗം ഉടൻ തീരുമാനം പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് കള്ളുനിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുമായി ലീഗും കോൺഗ്രസും. കള്ളുനിരോധത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കള്ളുനിരോധം അപ്രായോഗികമാണെന്ന് പറഞ്ഞ ചെന്നിത്തല കേരളത്തിൽ ഒരുപാട് പേർ ഈ തൊഴിലിനെ ആശ്രയിച്ചു കഴിയുന്നുണ്ടെന്നും ബാറുകളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു. കള്ളുനിരോധത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണം സർക്കാർ ഗൌരവതരമായി കാണണമെന്നും സമ്പൂർണ്ണ മദ്യനിരോധമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മുസ്ലിം ലീഗ് നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീർ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് പ്രവർത്തക സമിതിക്കു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കള്ള് വ്യവസായം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെയെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി പറഞ്ഞ ബഷീർ കള്ള് ചെത്തുന്നവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സംഘബലം ഹൃദ്യം വിപ്ലവ വീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാനാരസി നയിക്കും സഞ്ജയമിൽ കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാനാരസി നയിക്കും സഞ്ജയമിൽ കൈകോർത്തിന്നഭിവാദ്യവുമായി KMIC ഈണമിതിൽ. പാടുന്നഭിവാദ്യം ഞങ്ങൾ നേരുന്നഭിവാദ്യം പാടുന്നഭിവാദ്യം. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. SYS ഹജ്ജ് സെല്ലിന് കീഴിൽ വിശുദ്ധ ഭൂമിയിലെത്തിയ 597 ഹാജിമാർ മക്കയിലെ സിയാറത്തുകൾ പൂർത്തീകരിച്ചു. തനഈം, ജീറാന, ജബലുന്നൂർ, ജബൽ സൗർ, ജന്നത്തുൽ മുഅല്ല തുടങ്ങിയ ചരിത്രപ്രധാന സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സംഘം സന്ദർശിച്ചു. വിശുദ്ധ ഹറമിൽ നിന്നും 1/2 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെ അജിയാദിലെ ഹോട്ടൽ ഈലാഫ് അൽ മുൽത്തഖയിലാണ് SYS ഹാജിമാർ താമസിക്കുന്നത്. ചീഫ് അമീർ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട്, ഡെപ്യൂട്ടി അമീർ അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP സേദലവി മാസ്റ്റർ, മുഹമ്മദ് പറവൂർ, ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, ഷാഫി സഖാഫി മുണ്ടമ്പ്ര തുടങ്ങി 15ഓളം വരുന്ന നേതാക്കളും അമീറുമാരും ഡോക്ടർമാരും സംഘത്തിന് നേതൃത്വവും നിർദ്ദേശവും നൽകുന്നുണ്ട്. ദുൽഖഅദ 25-ന് സംഘം വിശുദ്ധ മദീനയിലേക്ക് പുറപ്പെടും. സംഘടനാ വാർത്തകൾ.